ഹായ് ഹായ്ക്ക് അല്പം കടുപ്പം കൂടിപ്പോയി, തൊണ്ട ഇത്ര ടൈറ്റായിരിക്കും. എനിവേ, ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരോട് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, മനസ്സിലിങ്ങനെ വരുന്ന കൺഫ്യൂഷനുകൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ പേടികൾ, റിസ്ക് ഫാക്ടേഴ്സ്, ഇതെല്ലാം ചിന്തകളായിരിക്കും. സോ ചിന്തകൾ അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഷീ വാസ് സോ സർപ്രൈസ്ഡ്. അവരെൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ചിന്തകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ചിന്തകളെ അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ? അപ്പോൾ ഐ സെഡ് ഓക്കെ, ഡോണ്ട് മൈൻഡ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളിക്കാരി കണക്റ്റ് ആയില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ, വൈ ഈസ് ഷീ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്? എന്തുകൊണ്ടായിരിക്കും അവരത് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന മനസ്സ് തന്നെയാണ് ചിന്ത. ഈ ചിന്തകളെല്ലാം കൂടെ കൂടിച്ചേരുന്നതിനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളല്ല എന്നുള്ളൊരു നോർമൽ ഒരു ബേസിക് കാര്യം തന്നെ എത്ര പേര് അവെയർ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ ആലോചിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മീയപരമായി നോക്കിയാലും ശാസ്ത്രീയപരമായി നോക്കിയാലും മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളല്ല. മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം സത്യവും അല്ല. സത്യം പറഞ്ഞാൽ ഒരു ചിന്തയും സത്യമല്ല എന്ന് ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും. അപ്പോൾ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും നെഗറ്റീവ് ചിന്തകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, മറ്റതെല്ലാം കൺസിഡർ ചെയ്താൽ മതിയെന്ന്. ഞാൻ പറയുന്നത് ഒന്നും കൺസിഡർ ചെയ്യേണ്ട എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ സംശയമാണ്, അപ്പോൾ എങ്ങനെ, ഓക്കെ, ഹൗ ആർ വി ഗോയിങ് ടു ആക്ട്? നമുക്ക് ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി പറ്റും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കും, ഒരു സംശയമില്ല. പക്ഷേ എല്ലാവരും അത് ചെയ്യാൻ റെഡിയല്ല. കാരണം റിസ്ക് ഫാക്ടർ അല്ലേ? ഞാനിപ്പോൾ എൻ്റെ ചിന്ത അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് പറയുന്ന ബുദ്ധിപരമായ കാര്യം കേൾക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയാലോ എന്നുള്ള പേടി. ഈ പേടി ഉണ്ടാകുന്നത് മനസ്സിലാണെന്നുള്ള കാര്യം അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ നടക്കാറേ ഇല്ല കാര്യങ്ങൾ. അതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എപ്പോഴും എല്ലാം നിയന്ത്രിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന പോലെയല്ല ഈ ഫിസിക്കൽ റിയാലിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ സിമിലാരിറ്റി വരും. ഓക്കെ, ഞാൻ അന്നിങ്ങനെ ചിന്തിച്ച് ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് നമുക്ക് തോന്നും, തോന്നൽ മാത്രമാണ്. ഒരു കാര്യവും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല സംഭവിക്കുന്നത്. ഇത് ഞാൻ സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഒരു എത്തിസ്റ്റിന് ചിലപ്പോൾ ഇത് കണക്റ്റ് ആവണമെന്നില്ല. നോക്കൂ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെ മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈഗോയ്ക്ക് ഞാനാണ് ഈ കാര്യം ചെയ്തതെന്ന് വരുത്താനുള്ളൊരു എക്സ്ക്യൂസ് മാത്രമാണ്. അതില്ലെങ്കിലും തീർച്ചയായും അത് സംഭവിക്കും. എനിക്ക് ആക്ച്വലി ചിന്തിക്കാതെ കൈ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളോടിപ്പോൾ ഒരു തോട്ട് പോലും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഒരു അക്ഷരം പോലും പ്ലാൻ ചെയ്തിട്ടോ ചിന്തിച്ചിട്ടോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംസാരിക്കാൻ പറ്റും, അങ്ങനെ പെരുമാറാൻ പറ്റും, സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റും. ഇത് എല്ലാ സിറ്റുവേഷനിലും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻറ്റൻസ് ആയ, പ്രത്യേകിച്ചും വിഷമം ഉണ്ടാക്കുന്ന, പേടിപ്പെടുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് സാധിക്കാറില്ല പൊതുവേ. അത് സാധിക്കാത്തതിൻ്റെ കാരണം പേടി അല്ലെങ്കിൽ ഇൻറ്റൻസ് ഇമോഷൻ വരുമ്പോൾ മനസ്സത്രയും അതിൻ്റെ ഗ്രിപ്പ് അത്രയും ടൈറ്റ് ആവുന്നത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റുമായിരിക്കും, ഈസിലി ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം അങ്ങനെ തുടങ്ങുക എന്നാണ്. അതായത് കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഈ നോക്കൂ, പലർക്കും വേറൊരു തെറ്റിദ്ധാരണയാണ് ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആക്ഷനാണെന്ന്. ശരിക്കും അതൊരു ഇൻവോളണ്ടറി ആക്ഷനാണ്. നമ്മുടെ സയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ വോളണ്ടറി ആണ്, ഇൻവോളണ്ടറി ആണ്, രണ്ടായിട്ടും വർക്ക് ചെയ്യുമെന്ന് പറയും, ജസ്റ്റ് ലൈക്ക് ബ്രീത്തിങ്. പക്ഷെ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഇൻവോളണ്ടറി ആണ്. നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള സെൽഫ് ഐഡൻറ്റിറ്റിക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ചിന്തിച്ചതാണ്. അല്ലാതെ നമ്മൾ ഇഷ്ടമല്ലാത്ത തോട്ട്സ് കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ചിന്തിക്കുന്നതല്ല, തനിയെ വരുന്നതാണ്. അതാണ് കാര്യം. സത്യത്തിൽ എല്ലാ തോട്ട്സും തനിയെ വരുന്നതാണ്. ചില തോട്ട്സ് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയുമായിട്ട് കമ്പാറ്റബിൾ ആകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് നമുക്ക് തോന്നും, അത്രേ ഉള്ളൂ. സോ ബേസിക്കലി ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു നേരം ചിന്തയില്ലാതെ ആക്ട് ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം മൈൻഡിനെ വർക്ക് ചെയ്യുകയേ ചെയ്യല്ലേ. നിങ്ങൾ മനസ്സെന്ന് പറയുന്ന സാധനത്തിനെ പ്രവർത്തിപ്പിക്കാതെ ആക്ട് ചെയ്യുക. ചുമ്മാ ഇങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഒരു സംശയമില്ല. ചിലപ്പം നിങ്ങൾക്ക് രാവിലെ എണീച്ചിട്ട് നിങ്ങളെ ഓഫീസിലെ ജോലി പോയിട്ട് ചിന്തിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നവരില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രാവിലെ ചുമ്മാ പോയി ഒരു കട്ടൻ ചായ ഇടാൻ പറ്റും, ചിന്തിക്കുകയേ വേണ്ട. കാരണം ഓൾറെഡി നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം.
അപ്പോൾ ചിന്തയുടെ ഒരു ആവശ്യം അവിടെ ഇല്ല. അവിടെ പോയി നമ്മൾ പാത്രം എടുത്ത് വയ്ക്കുന്നു, അടുത്ത് വയ്ക്കുന്നു. ഇതിനൊക്കെ ചിന്ത മൈൻഡ് ഇങ്ങനെ റൺ ചെയ്യേണ്ട കാര്യമില്ല. റൺ ചെയ്യാൻ പറ്റും. നോക്കൂ, നമ്മൾ മൈൻഡ് റൺ ചെയ്യാതെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ അത് അവെയറായാണ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആണ് ചെയ്യുന്നതെങ്കിൽ മൈൻഡ് അവിടെ റൺ ആയിക്കൊണ്ടിരിക്കും. മൈൻഡിനെ റൺ ചെയ്യാതെ മൈൻഡിനെ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയം ആക്ട് സംഭവിക്കുന്നത് സെൽഫിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. അതായത് പ്യുവർ അവെയർനെസ് അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ആക്ഷൻ സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ സെൻ ബുദ്ധിസത്തിൻ്റെ ഒരു മെയിൻ തീം തന്നെ ഇതാണ്. അതായത് സ്പോണ്ടേനിയസ് ആക്ഷൻ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ സെന്നിൽ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ റോഡിൽ ഇങ്ങനെ വഴി ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാറ് ദൂരം നിന്ന് വരികയാണെങ്കിൽ കാർ നിങ്ങൾ ഇടിക്കാൻ വരികയാണ്. അപ്പോഴത്തേക്ക് അയ്യോ ആ കാർ എന്നെ ഇടിക്കാൻ വരെയല്ലേ, ഞാനൊന്ന് മാറാം എന്ന് വിചാരിക്കുന്ന സമയം മതി കാറിനെ നിങ്ങൾ ഇടിച്ചിടാൻ. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ചാടി അങ്ങ് മാറും. സ്പോണ്ടേനിയസ് ആക്ഷൻ അല്ലേ? ഇതൊരു സർവൈവൽ റിഫ്ലെക്സ് ആണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആക്ഷനും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലാവാത്ത സംശയം എന്താണെന്ന് എനിക്കറിയാം. ചിന്തിക്കാതെ പ്ലാൻ ചെയ്യാതെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറില്ല എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടോ എന്ന്. ഇതിലൊരു മിസ്റ്റേക്ക് വന്നാൽ ഓക്കെ, ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. കാരണം ഞാൻ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് ചിന്തിച്ചൊക്കെ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ചെയ്യാതെ ചെയ്യുമ്പോഴും ഉണ്ടാവുമായിരിക്കും. ഇറ്റ് ഈസ് ഓക്കെ. എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. പിന്നെ നമ്മൾക്ക് എത്രത്തോളം ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ശരണാഗതി പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ യു ആർ റെഡി ടു ലെറ്റ് ഗോ. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഗുരുവിലോ ദൈവത്തിലോ ശക്തിയിലോ പ്രപഞ്ചത്തിലോ ഉണ്ടെങ്കിൽ യു വിൽ ലെറ്റ് ഗോ. അതിന് പ്രത്യാഘാതം ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ കാര്യം നടക്കില്ല. ചിലപ്പോൾ ഒരു മോശാനുഭവം ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടോ? അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സെൽഫ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പം ഞാൻ ആദ്യം പറയുന്നത് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, 5 മിനിറ്റ് ആയാലും മതി, ചിന്തിക്കാതെ ആക്ഷൻസ് ചെയ്ത് നോക്കുക. ചിന്തിക്കാതെ ഒരു തുണി മടക്കി വയ്ക്കുക. ചിന്തിക്കാതെ ഒരു വരി എഴുതുക. മൈൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഒരു വരി ചുമ്മാ ഇങ്ങനെ എഴുതുക. മൈൻഡിനെ അവിടെ സ്റ്റക്കാക്കി നിർത്തി എഴുതാൻ എല്ലാ മനുഷ്യർക്കും പറ്റും, ഒരു സംശയമില്ല എനിക്ക്. നമ്മളൊരു ആങ്സൈറ്റി സിറ്റുവേഷനിൽ, ഒരു ഡിപ്രസീവ് സിറ്റുവേഷനിൽ, ഭയങ്കര പേടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മൈൻഡിനെ പിടിച്ച് സ്റ്റക്ക് ഔട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, എനിക്കറിയാതെ. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് മൈൻഡിനെ സ്റ്റക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊരു പ്രാക്ടീസ് വേണം. അപ്പോൾ ആദ്യം ഈ കംഫർട്ട് സോണിലെ സിമ്പിൾ ടൈമിൽ ഇത്ര മൈൻഡ് ഇല്ലാതെ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കൂ. സ്ലോലി ഇറ്റ് വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. നിങ്ങൾക്ക് പ്രപഞ്ചം തന്നെ നിന്ന് വിറയ്ക്കുന്ന സമയത്ത് ചിന്തയുടെ എന്ന് പറയുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യാതെ ആക്ട് ചെയ്യാൻ പറ്റും. ഒരു യുദ്ധത്തിനകത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ചിന്ത എപ്പോഴാണോ നിലയ്ക്കുന്നത് ആ മൂമെൻറ്റിലാണ് പെർഫെക്റ്റ് ആക്ഷൻ സംഭവിക്കുന്നത്. അവിടെ ഏറ്റവും കൃത്യമായ പോരാട്ടം നടക്കുന്നത് അവിടെയാണ്. ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് ഇതിനെ പൊതുവെ പറയും ഈ ഇംഗ്ലീഷിലെ ഒരു കൺസെപ്റ്റിൽ. നമ്മുടെ ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് പ്ലെയർ, ഇനി വേണം സ്പോർട്സ് പേഴ്സണോ അത്ലറ്റിക് പേഴ്സണോ ആരോ ആവട്ടെ, അയാളുടെ ആ ഒരു ക്രാഫ്റ്റിൽ ക്ലിയർലി ഇൻവോൾവ് ആകുമ്പോൾ മൈൻഡ് എന്ന് പറയുന്ന ഫാക്കൽറ്റി സ്റ്റോപ്പ് ആവുന്ന മൊമെൻറ്റിൽ എല്ലാ ആക്ഷനും സ്പോണ്ടേനിയസ് ആണ്. ആ ആക്ഷനായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ. മെസ്സി ഫുട്ബോളും കൊണ്ട് ഗോൾ അടിക്കാനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കളിയുടെ ഇൻറ്റൻസ് മൂവ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആക്ഷൻ ചെയ്ത സമയത്ത് പലപ്പോഴും ആക്ഷൻ എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചല്ല പ്രവർത്തിക്കുന്നത്, അറിയാതെ സംഭവിക്കുകയാണ് സ്പോണ്ടേനിയസ് ആയിട്ട്. ആൻഡ് ആക്ഷൻ വിൽ ലീഡ് ടു ദ ഗോൾ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പോസിബിൾ ഫാക്കൽറ്റി. ഇത് ഒരു ഇമ്പോസിബിളായ നമുക്ക് മഹാജ്ഞാനികൾക്ക് മാത്രമേ സംഭവിക്കൂ അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഭൂമിയിൽ ബോധമുള്ള എല്ലാ മനുഷ്യരും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഒരു അല്പസമയത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിൽ കൺഫ്യൂസ്ഡ് ഹൗ ടു ഇഗ്നോർ ദ മൈൻഡ്. നോക്കൂ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിലെല്ലാ ചിന്തയും നമ്മളെ കൺസേൺ ചെയ്യാറേ ഇല്ല, അല്ലേ? നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൺസേൺ ചെയ്യാറുള്ളൂ. അല്ലാതെ എന്തോരം തോട്ട്സാണ് ഡെയിലി വന്നു പോകുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്നത് മിനിമം ഒരു 80,000 എന്തോ തോട്ട്സ് ഒരു ദിവസം വരുമെന്നൊക്കെ എവിടെയോ വായിച്ചതുപോലെ ഒരു ഓർമ്മ, ചിലപ്പോൾ തെറ്റാവാം. അപ്പോൾ ഇത്രയും തോട്ട്സ് വന്നു പോകുമ്പോൾ അതിൽ
നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒന്നിൽ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം മോസ്റ്റ് പ്രോബബ്ലി ജോലിയായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത്തരം കാര്യങ്ങളെ പറ്റി മാത്രമേ നമ്മൾ കൺസേൺ ആവാറുള്ളൂ. ബാക്കി എല്ലാ തോട്ട്സും വന്നു പോകുന്നുള്ളൂ. പക്ഷേ ആ തോട്ട്സൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, ശരിക്കും നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ വിറപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ഈഗോയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. ജസ്റ്റ് ഒന്ന് അവെയർ ആവുക. നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞ തോട്ട്സിനെ പറ്റി ഒന്ന് അവെയർ ആവുക. അതായത് നമ്മൾ എത്ര ആയിരക്കണക്കിന് തോട്ട്സുകളാണ്, ചിന്തകളാണ് ഒരു ദിവസം വെറുതെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഒരു ചിന്ത മാത്രമാണ് ഇത് എന്ന്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെയും വാലിഡിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം തോട്ട്സുകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കും വരുന്ന ചിന്തകളെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ, മൈൻഡിനെ എങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുമോ എന്ന്. ആക്ച്വലി നിങ്ങൾ ഒരു ദിവസം 1,00,000 തോട്ട്സ് വന്നാൽ അതിൽ 99,000 തോട്ട്സിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ്. ഈ 2 തോട്ട്സിനെ, നിങ്ങളുടെ സെൽഫിനെ, നിങ്ങളുടെ ഈഗോയെ ബാധിക്കുന്ന തോട്ട്സിൽ മാത്രമേ നിങ്ങൾ കൺസേൺ ഉണ്ടാകുന്നുള്ളൂ. സോ ആദ്യം മറ്റൊന്നിനെയും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ക്ലിയർലി പ്രൂവൺ. ഇനിയും നിങ്ങൾക്ക് തോട്ട്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫോർമൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എപ്പോഴും ബ്രത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും 5 മുതൽ ഒരു 15 മിനിറ്റ് വരെ, അതിൽ കൂടുതൽ ചെയ്യരുത്. 15 മിനിറ്റ് വരെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നിട്ട് വരുന്ന ചിന്തകളിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ജസ്റ്റ് ബി അവെയർ. വെറുതെ കാണുക. വരുന്ന ചിന്ത നല്ല ചിന്തയാണോ മോശം ചിന്തയാണോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. വരുന്ന ചിന്ത ഇപ്പോൾ പോകുന്നുണ്ടോ കുറച്ചു നേരം കഴിഞ്ഞ് പോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ചിന്തയുടെ സമയം എത്രയാണെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി ഇടയ്ക്ക് ഒരു ചിന്തയും വന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അടുത്ത ചിന്ത എപ്പോൾ വരുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വാച്ച് ഇറ്റ്. വെറുതെ കണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു.